ഫൈറ്റ് സീൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര ബ്രൂട്ടൽ എന്നുവെച്ചാൽ സെൻസറിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വയലൻസ് ആണ് ഈ മൂവിക്ക് അത് കാണിക്കുന്നത്. ടെററിസ്റ്റുകൾ ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്നു, ദെൻ ഇന്ത്യ നേരെ തിരിച്ച് കുറച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന കുറച്ച് മിഷൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ അത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമലി ഇതുവരെ കണ്ടിട്ടുള്ള ഈ ഒരു ഇന്ത്യ പാകിസ്ഥാൻ ആ ഒരു സംഭവത്തിന്റെ ഒരു 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 മേക്കിംഗ് എന്ന് പറയുമ്പം ഇന്ത്യയിൽ നിന്ന് കാണുന്ന ഒരു കാഴ്ചപ്പാടിലായിരിക്കും നമ്മൾ ഇത് കാണുന്നത്. ഞാൻ മനസ്സിലാച്ചാൽ പാകിസ്ഥാൻ നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പം ഇന്ത്യയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെയൊക്കെ ചെയ്യുന്നത്, ദെൻ നമ്മൾ പാകിസ്ഥാനിലേക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ കുറച്ച് പ്ലാനിങ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നതായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷെ ഇതിനകത്ത് കാണിക്കുന്നത് പാകിസ്ഥാന്റെ വ്യൂ പോയിന്റിൽ നിന്ന് ഇന്ത്യ അറ്റാക്ക് ചെയ്യുമ്പോൾ പാകിസ്ഥാനകത്ത് നമ്മുടെ ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നുള്ള അവിടെ നിന്നുള്ള ഒരു വ്യൂ പോയിന്റിലാണ് ഈ മൂവി പോകുന്നത് കംപ്ലീറ്റ്. ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് വരെ ഒരു രക്ഷയില്ല, കിടുക്കനാണ്. രൺവീർ സിംഗ് ഒരു രക്ഷയില്ല, കിടുക്കം പെർഫോമൻസ്. പിന്നെ അതുപോലെ സഞ്ജയ് ദത്ത് ആസ് യൂഷ്വലി ഇതിനകത്തൊരു പുള്ളിയുടെ ആ ഒരു സ്വാഗും കാര്യങ്ങളും പുള്ളി ഇതിനകത്തൊരു SP ആയിട്ടാണ്. ദെൻ അക്ഷയ് ഖന്ന എടുത്തു പറയേണ്ട ഒരാളാണ്. പുള്ളി ആക്ച്വലി പാകിസ്ഥാന്റെ ഒരു ലീഡർ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഹീറോയുടെ എൻട്രിയെക്കാട്ടിലും കുറച്ചൊന്ന് പൊങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒരു സ്വാഗ്, ഒരു ആറ്റിറ്റ്യൂഡ്, മാനറിസം എല്ലാം കൊണ്ട് പൊളിച്ചു. പുള്ളി ഒരു രക്ഷയില്ല. പുള്ളിയുടെ കിടുക്കം കുറെ പെർഫോമൻസ് കാണാം. ഫസ്റ്റ് ഒരു എന്താ പറയുക ഫ്ലൈറ്റ് ഹൈജാക്കിങ്, പിന്നെ അത് കഴിഞ്ഞ് പാർലമെന്റിൽ നമ്മുടെ 2000 നടന്ന പാർലമെന്റ് അറ്റാക്ക്, ഇങ്ങനെ ലോട്ട്സ് ഓഫ് റിയൽ ഇവന്റ്സ് ബേസ്ഡ് ചെയ്തിട്ടാണ് ഈ ഒരു മൂവി പോകുന്നത്. ഭയങ്കര കുറച്ചധികം ബ്രൂട്ടൽ പരമായിട്ടുള്ള ഫൈറ്റും സീനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഭയങ്കര റോ ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ്. മേ ബി ചിലപ്പോൾ